നമസ്കാരം. കൊല്ലവർഷത്തിലെ, അതായത് മലയാളം കലണ്ടറിലെ 12ാമത്തെ മാസമാണ് കർക്കിടകം. കർക്കിടക രാശിയിലാണ് സൂര്യൻ സഞ്ചരിക്കുന്ന സമയമാണ് ഈ മാസത്തിൽ. കർക്കിടകത്തിലാണ് ദക്ഷിണായനം തുടങ്ങുന്നതും. ദക്ഷിണായനം എന്ന് പറയുന്നത് ദേവന്മാരുടെ രാത്രിയാണ്. അതായത് അപ്പോൾ കർക്കിടകം ദേവന്മാരുടെ സന്ധ്യാസമയമാണ്. ദക്ഷിണായന സമയത്ത് ദേവന്മാർ, ലോകപാലകന്മാരായ ദേവന്മാർ ഉറങ്ങുന്ന സമയമായത് കാരണം ലോകത്ത് മുഴുവൻ ആസുരശക്തി പ്രബലമായിരിക്കുന്ന സമയമായിരിക്കും. അതിനെ മറികടക്കാൻ വേണ്ടി ആണ് മനുഷ്യർ പണ്ട് കാലം മുതൽ തന്നെ ധാരാളം നാമം ജപിക്കുക, അതേപോലെ പുരാണ ഗ്രന്ഥങ്ങൾ, രാമായണം, മഹാഭാഗവതം അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുക, അവനവൻ്റെ വീടുകളിൽ വെച്ച് ഗണപതി ഹോമം, ഭഗവതി സേവ അങ്ങനെ ചെയ്യുക, 12 ദിവസം അമ്പലങ്ങളിൽ പോയി തൊഴുക, അല്ലെങ്കിൽ കർക്കിടകം മുഴുവൻ തന്നെ അമ്പലങ്ങളിൽ പോവുക. അങ്ങനെ ഈശ്വര വിചാരത്തോടു കൂടി ആ ഒരു സമയം കഴിച്ചു കൂട്ടാറാണ് പണ്ടൊക്കെ പതിവ് എന്നാണ് കേട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് പുറത്തു പോയി ഒരു പാടത്തായാലും പറമ്പിലായാലും ഒരു പണിയും ചെയ്യാനും പറ്റില്ല. അടച്ച മഴയായിരിക്കും, മഴക്കാലമാണ്. ആ സമയത്തും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ സമയത്തും അവർ വീട്ടിൽ ഇരുന്ന് രാമായണം വായിക്കുക എന്നൊക്കെയുള്ളതൊരു സ്ഥിരം, നമുക്ക് പുറത്ത് റോഡിൽ കൂടെ പോകുമ്പോൾ ഒക്കെ ആയാൽ പോലും പല സ്ഥലത്തു നിന്നും നമുക്ക് ധാരാളം രാമായണം വായിക്കുന്ന, ഗ്രന്ഥങ്ങൾ വായിക്കുന്നത്, പുരാണ ഗ്രന്ഥങ്ങൾ വായിക്കുന്നത് കേൾക്കാം. അതുപോലെ അമ്പലങ്ങളിലും ധാരാളം വായനകളും വളരെ വിദ്വാന്മാരായിട്ടുള്ള ആൾക്കാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കാനും ഒക്കെ സാധിക്കാറുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് പത്തനംതിട്ട മാന്താനത്ത് പുതിയടത്തെ ദേവകി അന്തർജനത്തിന്റെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കാം. രീതിയിലാണ്, എന്താണ് അതിൻ്റെ പുറകിലുള്ള സങ്കല്പം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്ന് നമുക്ക് അന്വേഷിച്ച് നോക്കാം. ഭാഗത്തൊക്കെ എങ്ങനെയായിരുന്നു കർക്കിടക മാസത്തിന്റെ ആചരണങ്ങളോ അല്ലെങ്കിൽ അതിന് എങ്ങനെയൊക്കെയായിരുന്നു? ഇപ്പൊ ഒക്കെ രാമായണ മാസം എന്നൊക്കെയല്ലേ പറയുക. പണ്ട് എങ്ങനെയായിരുന്നു? പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ടയില് ഞാൻ തിരൂര വളർന്ന്, അവിടുത്തെ കുറച്ച് വ്യത്യാസമുണ്ട്. പത്തനംതിട്ട ആണെങ്കിൽ ഈ കർക്കിടക മാസം ആവുന്നതിന് മുമ്പേ തന്നെ, മിഥുന മാസത്തിൽ തന്നെ ഈ മഴക്കാലം കഴിഞ്ഞിരിക്കുകയുണ്ടോ, പറമ്പിൽ മുഴുവൻ കമ്പുകളും ഒടിഞ്ഞു വീണ്, മരക്കമ്പുകളും കരിയിലയും എല്ലാം ഒടിഞ്ഞു വീണ് പറമ്പെല്ലാം അങ്ങനെ വേനൽക്കാലത്ത് അങ്ങനെ കിടക്കുന്ന സമയമാണ്. അപ്പൊ ആ ഒരു മാസം മുഴുവൻ പറമ്പ് വൃത്തിയാക്കണം. ആദ്യം കമ്പുകൾ ഉണങ്ങിയതൊക്കെ കരിയിലൊക്കെ കത്തിച്ച് എല്ലാം പറമ്പിലുള്ള നല്ല വിറക് എടുത്തു വയ്ക്കുക, ബാക്കിയുള്ള എല്ലാം കത്തിക്കുക. അങ്ങനെ പറമ്പ് വളരെ നീറ്റാക്കും ആദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ മുറ്റം ഒക്കെ പോച്ചയൊക്കെ ചെത്തിക്കളഞ്ഞ് എല്ലാം വൃത്തിയാക്കി, അത് കഴിഞ്ഞ് അങ്ങനെ മുറ്റം വൃത്തിയായി കഴിയുമ്പോഴാണ് പിന്നെ നമ്മുടെ വീട് എല്ലാം വൃത്തിയാക്കല്. അപ്പൊ ഈ എല്ലാം പണ്ട് ഒക്കെ ഈ അധികം ഗ്ലാസൊന്നും അല്ലല്ലോ, എല്ലാം മരം കൊണ്ടുള്ള കട്ടിലും കഥവും ജനലും വാതിലും എല്ലാം മരം കൊണ്ടുള്ളതല്ലേ. അപ്പൊ നമ്മളിങ്ങനെ കൈ പറ്റിച്ചും വെച്ചും പിടിച്ചും എല്ലാത്തിലും കുറെ ചെളിയൊക്കെ കാണും. അപ്പൊ ആദ്യം അതെല്ലാം ആ വീട് മുഴുവൻ വൃത്തിയാക്കാന്ന ആദ്യത്തെ ഉദ്ദേശം. അപ്പൊ ആദ്യം ചലഞ്ച് വലയെല്ലാം അടിച്ച്
പിന്നെ ഈ കട്ടിലും ജനലും അതെല്ലാം നല്ലോണം ആദ്യം കാരം വെള്ളം എടുക്കും. കാരം വെള്ളം എടുത്തിട്ട് ആദ്യം അപ്പൊ ഈ എണ്ണമയവും കരിയും പോവാന്. പണ്ടൊക്കെ കരിയെടുപ്പല്ലേ, അപ്പൊ എങ്ങനെ അറിയാതെ കരിയൊന്നും ഒന്നും എല്ലാം കരിയൊക്കെ പറ്റും എല്ലായിടും, ഭിത്തിയിലും ഒക്കെ ഇങ്ങനെയൊക്കെ പറ്റും. അപ്പൊ ആ കട്ടിലേയും കതവ് അങ്ങനെ മരം കൊണ്ട് എന്തൊക്കെ ഉണ്ട് അതെല്ലാം, ഫർണിച്ചർ, കട്ടില്, കസേര, അങ്ങനത്തെ കാര്യങ്ങള് ഇതെല്ലാം ഈ കാരം വെള്ളം ഇട്ട് കഴുകി സോപ്പിട്ട് കഴുകി എല്ലാം വൃത്തിയാക്കി വയ്ക്കും. എന്നിട്ട് വീട് വൃത്തിയാക്കുക. അങ്ങനെ കട്ടിലും ചെല്ലതൊക്കെ കഴിഞ്ഞാൽ ഒന്ന് വൈറ്റ് വാഷ് ചെയ്യാൻ പറ്റുന്ന സമയമാണെങ്കിൽ, അന്ന് അത്രയൊന്നും അങ്ങനെ ഒരു സാധാരണയല്ല ഈ എല്ലാ കൊല്ലമൊന്നും വൈറ്റ് വാഷ് ചെയ്യണ നിർബന്ധമൊന്നുമില്ല. എന്നാലും ഒരുപാട് വൃത്തികേടായിട്ടുണ്ടോ തോന്നിക്കഴിഞ്ഞാൽ ഒക്കെ ഒന്ന് വൈറ്റ് വാഷ് ചെയ്ത് എന്നാലല്ലേ ചുമരുമൊക്കെ വൃത്തിയായാലല്ലേ ഇതൊക്കെ വൃത്തിയാവുള്ളൂ. അങ്ങനെ വീടൊക്കെ വൃത്തിയായി. താഴെയൊക്കെ ചാണം മെഴുകുന്ന നിലമാണ്. അപ്പൊ എല്ലായിടും ചാണം മെഴുകി എല്ലാം ഉണങ്ങി എല്ലാ ഭാഗം വീടിന്റെ എല്ലാ ഭാഗം വൃത്തിയാക്കി വെക്കും. അപ്പൊ വീടും വൃത്തിയായി. വീടും വൃത്തിയായി കഴിഞ്ഞിട്ട് ഈ കർക്കിടക മാസം തുടങ്ങുന്നതിന്റെ തലേ ദിവസം മാസം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എല്ലാം വൃത്തിയായി കാണും. അപ്പൊ വൈകുന്നേരം ആകുമ്പോ പണിക്കാരി ജോലിയെല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്തെ വൈകുന്നേരം 5-5:30 ആകുമ്പോ അതിന്റെ വീട്ടിൽ പോകുന്നതിന് മുമ്പേ ഒരു ചൂലെടുത്ത് പഴയ ഒരു കുട്ടി ചൂലെടുത്ത് ആ മിറ്റുമൊക്കെ അന്നടിച്ച് എല്ലാം കൂടെ ഒരു കീറ് മുറത്തില് കളയാനുള്ള സാധനമാണ്. അപ്പൊ ഒരു അതും എല്ലാം പഞ്ഞം കളയാന്ന. പഞ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തികെട്ട സാധനങ്ങളൊന്നും അർത്ഥമായിരുന്നു, അതെല്ലാം കളയാന്ന സങ്കല്പം. അപ്പൊ കീറിയ മുറൊക്കെ ഇന്ന് നേരത്തെ എടുത്ത് വെച്ചേക്കും പഞ്ഞങ്ങളെ. ആ കീറിയ മുറത്തില് ഇതെല്ലാം കൂടെ തൂത്ത് കൂട്ടിയിട്ടിട്ട് ഒരു പഴയ കുറ്റിച്ചൂരും ഇതെല്ലാം കൂടെ വെച്ചിട്ട് പിന്നെ എനിക്കൊന്നും ലാബിൽ കൂട്ടി വിളക്കാക്കുക എന്നാ തോന്നുന്നത്. പക്ഷെ അല്ലാതെ വിളക്കൊന്നും കളയാനില്ല. അപ്പൊ ലാബിലെ കൂട്ടി ഇങ്ങനെ അതിൽ തിരി കത്തിച്ചു, വലിയ തിരി കത്തി വെച്ചിട്ട് അതെടുത്ത് എല്ലായിടും വീഴും. അങ്ങനെ എല്ലാം തൂത്ത് കൊടുത്തെല്ലാം കഴിയും. വീട് തറയും പെരയും എല്ലാം വൃത്തിയായി കഴിഞ്ഞിട്ട് മിറ്റവും എല്ലാം വൃത്തിയായി കഴിയുമ്പോ ഈ സന്ധ്യയ്ക്ക് മുമ്പേ ആ തിരി എടുത്ത് ഒരു കീറുമുറത്തില് ഇതെല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് ആ വീട്ടില് ആ തിരി അതിനകത്ത് കുറെ വിളക്കുന്നുണ്ട് കത്തിച്ചു വെച്ചിട്ട് ആ വീട് അങ്ങനെ. അന്നൊക്കെ പണിക്കാരികളാണല്ലോ ഒക്കെ ചെയ്യുന്നേ. വൈകുന്നേരത്തെ മിറ്റും തൊപ്പ് കഴിഞ്ഞാൽ അവരുടെ ജോലിയാണ്. എന്നിട്ട് പരിക്ക് ചുറ്റി നടന്ന് ഇങ്ങനെ 2-3 പ്രാവശ്യം അങ്ങനെ നടക്കുന്ന എല്ലാവരും കൂടെ എന്താ പറയുന്നേ, പൊട്ടി പുറത്താക്കാം. പൊട്ടി പുറത്ത് ശ്രീഭഗവതിയാവത്ത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മള് ആരും അങ്ങനെ കൂടെ നടക്കുകയില്ല. അപ്പുറം ഇപ്പുറയൊക്കെ അവള് വരുമ്പോ ഇങ്ങനെ പറയും, പൊട്ടി പുറത്ത് ശ്രീഭഗവതിയാവത്ത് എന്നിങ്ങനെ പറയും. അവരങ്ങനെ 3 പ്രാവശ്യം വീട് ഒഴിഞ്ഞിട്ട് അത് കൊണ്ടുപോയി നമ്മുടെ മുറ്റത്തൊന്നും അല്ലാതെ തൊട്ടടുത്തുള്ള പറമ്പിൽ എവിടെയെങ്കിലും അങ്ങേ അറ്റത്തെങ്ങാനും നമ്മൾ പെരുമാറാത്ത സ്ഥലമുണ്ട്, അവിടെ കൊണ്ട് കളയുക. അത് കൊണ്ട് കളഞ്ഞിട്ട് നേരെ കാട്ടിലോട്ട് പോയി എല്ലാം നനച്ച് കുളിച്ചിട്ട് വരും. തലേ ദിവസമൊക്കെ വൃത്തിയായി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വിളക്ക് വെക്കുന്നതൊക്കെ അല്ലേ? അത് കഴിഞ്ഞിട്ടേ കർത്തമാസത്തിൽ വിളക്ക് വയ്ക്കുന്നത്.
അപ്പൊ നല്ലോണം വിളക്കൊക്കെ വെക്കും. ദശപുഷ്പമൊക്കെ വെക്കും. ഐശ്വര്യം വരാൻ. ദശപുഷ്പമൊക്കെ വെക്കും. അത് അതിനൊക്കെ ഈ ദശപുഷ്പമൊക്കെ നമുക്ക് എല്ലാത്തിനും ഉണ്ടല്ലോ. ആ തട്ടം, ആ, ആ തട്ടത്തിൽ അഷ്ടമംഗല്യ തട്ടം. അഷ്ടമംഗല്യ തട്ടത്തിലൊക്കെ അതൊക്കെ വെച്ച് വിളക്കൊക്കെ വെച്ച് അറുപതിലാണല്ലോ പ്രധാനം. അതിൽ വിളക്കൊക്കെ വെച്ച് ഇതൊക്കെ വെച്ച് അപ്പൊ ശ്രീ ഭഗവതി വന്നു എന്നാണ് സങ്കല്പം. പിന്നെ അവിടുത്തെ ഭഗവതി സേവയും ഗണപതി ജ്യേഷ്ഠ- ഹോമം ഒക്കെ ഉണ്ടോ? ഏഹ് ഭഗവതി സേവയും ഗണപതി ഹോമം ഒക്കെ ഉണ്ടോ? ഒന്നുമില്ല. ചില ദിക്കിലൊക്കെ 1-ാം തീയതി മുതൽ ഗണപതി ഹോമം ഭഗവത് സേവയൊക്കെ ഉണ്ട്. നമുക്ക് പിറ്റേന്ന് വിളക്ക് വയ്ക്കാൻ രാവിലെ വൈകുന്നേരം. പിന്നെ നമുക്ക് നമ്മുടെ ഇല്ലത്ത് മാന്താനത്ത് അമ്പലത്തിൽ ആ, നമുക്കൊക്കെ ഉള്ള പൂജയുടെ സ്ഥലം മാന്താനത്ത് നമ്മുടെ ഇല്ലത്താണ്. ദേവിയുടെ അവിടെ ചുറ്റും വിളക്ക് വയ്ക്കുക. തറവാട്ടിലെ അമ്പലത്തിൽ. തറവാട്ടില് എല്ലാവരും പോയി എന്നും കർക്കിടക മാസം മുഴുവൻ പോയി തൊഴും. പഞ്ഞങ്കളയ അങ്ങനെ പിന്നെ ചിങ്ങമാസം 1-ാം തീയതി ആയ പിന്നെ ഐശ്വര്യം നിറഞ്ഞു എന്നാ സങ്കല്പം. ഈ പഞ്ഞം കളയുക എന്ന് പറയുന്നതാണ് അല്ലെ? ഈ പഞ്ഞം അവിടെ പറയുന്ന പഞ്ഞം എന്ന് പറഞ്ഞാൽ അതിനെ ചീത്ത സാധനങ്ങൾ അർത്ഥമേ ഉള്ളൂ. വൃത്തിയായിട്ട സാധനങ്ങൾ അതിനെല്ലാത്തിനും അങ്ങനെ പഞ്ഞം എന്നാ പറയുക. എന്തെങ്കിലും വൃത്തികേടായിട്ട് വല്ലതും കിടക്കുന്നത് ഇതെന്ത് ഈ പഞ്ഞൊക്കെ അവിടെ കിടക്കുന്നത് എന്ന് പറയും. അപ്പൊ വൃത്തികേടായിട്ടുള്ള എന്തെല്ലാം ഉണ്ടോ വീട്ടിനകത്തും പുറത്തും പറമ്പിലും വൃത്തികേടായിട്ടുള്ള മുഴുവൻ വെളി കളഞ്ഞ് ഐശ്വര്യം വരുത്തി വീടിനെന്നാ അടുത്ത വർഷത്തേക്കുള്ള ഐശ്വര്യം വരുത്തല. മാസം 1 മുതൽ നമ്മുടെ വീട്ടിലൊക്കെ ഐശ്വര്യം വന്നു എന്നാ വരുന്നുണ്ട് കേട്ടോ. അതെ. അന്നൊന്നും ഒരു ഐശ്വര്യപരമായിട്ട് ഒന്നും തോന്നിയിട്ടില്ല. ആൾക്കാരുടെ കന്നൊക്കെ വരുമ്പോ എത്ര കൊല്ലം മുമ്പാ. എനിക്കിപ്പോ 92 വയസ്സായി. ഞാൻ പറയുന്നത് ഞാൻ 20 വയസ്സിൽ വന്ന് അന്ന് മുതലുള്ള കാലത്തെയാ. കുറെ കാലം കണ്ടായിരുന്നു. കുറച്ചു കാലമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കാലം മാറി. കാലം മാറുമ്പോ കോലം മാറുമല്ലോ. അതൊക്കെ മാറി വേറെ രീതികളെ. അന്നത്തെ കാലത്തൊക്കെ വളരെ ചിട്ടയായിട്ട് കുറെ കൊല്ലങ്ങളോളം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കൊരു 10-15 വയസ്സാവുന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഐശ്വര്യമുള്ള കാര്യങ്ങളായി ഇതൊക്കെ ഒരു വീടിന് എപ്പോഴും. അത് കഴിഞ്ഞ് അമ്മ ദേവിയുടെ അടുക്ക പോയി വൈകുന്നേരത്തെ തുഴലും നിറയെ വിളക്കൊക്കെ വെച്ച് നല്ല അതുകൊണ്ട് എല്ലാവർക്കും ഐശ്വര്യമായിരുന്നു കേട്ടോ.